ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം വഴിമുട്ടി. അന്വേഷണം ആരംഭിച്ച 2 ആഴ്ചയ്ക്ക് ശേഷവും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിനെതിരായ ഇ.ഡി. കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും വിജിലൻസ് ഇ.ഡിക്ക് കത്തയച്ചിരിക്കുകയാണ്. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടി ഉൾപ്പെട്ടതാണ് ഈ കൈക്കൂലി കേസ്. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് വേണ്ടിയാണ് ഏജന്റുമാർ പണം വാങ്ങിയത് എന്നതായിരുന്നു അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പായി തന്നെ വിജിലൻസ് ആരോപിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഏജന്റുമാരെ ചോദ്യം ചെയ്തപ്പോഴോ ഏജന്റുമാരുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചപ്പോഴോ ഒരു ഘട്ടത്തിലും അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് നീങ്ങുന്ന യാതൊരു തെളിവും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു നിലയിൽ തന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ടത്തിലും വിജിലൻസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുടെ എന്ന കാര്യമായിരുന്നു. അങ്ങനെയാണ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതി ചേർക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പരാതിക്കാരനായ അനീഷ് ബാബു, വ്യവസായി അനീഷ് ബാബുവിന് എതിരെ ഇ.ഡി. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് വിജിലൻസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകിയത്. എന്നാൽ ഇത്തരത്തിൽ ഒരു മറുപടി നൽകുന്നതിനോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമല്ല. കാരണം ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കേസുകളാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. സ്വാഭാവികമായും അതിൻ്റെ വിവരങ്ങൾ അതിന് താഴെയുള്ള സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൈമാറേണ്ട സാഹചര്യമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തിന് ഇത് ചോദിച്ചു എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിവരങ്ങൾ എന്തിന് തേടി എന്നത് അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരത്തിൽ വിവരങ്ങൾ കൈമാറാൻ ഇ.ഡി. തയ്യാറല്ലാതിരുന്നത്. മുമ്പ് നേരത്തെ ഈ ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഒരു തവണ ഈ കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. അനീഷ് ബാബുവുമായി ബന്ധപ്പെട്ട കേസ് അന്ന് ഇ.ഡി. ഇതിന്റെ വിവരങ്ങൾ നൽകിയിരുന്നില്ല. തുടർന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിജിലൻസ് ഈ കേസിന്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, വിജിലൻസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം. കാരണം വിജിലൻസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഏജന്റുമാർ പണം വാങ്ങി എന്നത് വരെയുള്ള കാര്യങ്ങൾ വസ്തുതയാണ്, വാസ്തവമാണ്. അതിനുമപ്പുറം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പാകാനുള്ള സാധ്യതയാണ് ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘം കാണുന്നത്. കാരണം ഈ ഏജന്റുമാരായ ആളുകൾ വിൽസൺ ആണെങ്കിലും ഒപ്പം തന്നെ മുകേഷ് ആണെങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിച്ചു എന്ന് വിജിലൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള രഞ്ജിത്ത് വാര്യർ ആണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് ആണെങ്കിലും എല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു സംഘം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു തട്ടിപ്പ്, അതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതിലെ ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ അവിടെ വലിച്ചിഴക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ വിജിലൻസ് ആവർത്തിച്ച് പറയുന്നത് ഇവർ സംസാരിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായി, ഇ.ഡിയുടെ ഉദ്യോഗസ്ഥരുമായും അസിസ്റ്റന്റ് ഡയറക്ടറുമായും എല്ലാം തന്നെ ഈ ഏജന്റുമാർ സംസാരിച്ചിട്ടുണ്ട്. അത് ചില ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ചില രഹസ്യ ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകാത്തത് എന്നൊരു കാര്യമാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്ന എന്ന് വിജിലൻസ് കുറ്റപത്രത്തിൽ പറയുന്ന, വിജിലൻസിന്റെ FIRൽ പറയുന്ന കേസിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാതെ പൂർണ്ണമായും അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുകയാണ് വിജിലൻസിന്റെ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണ ഏജൻസിയായ ഇ.ഡിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളും ആ കേസിലേക്ക് കടന്നു ചെല്ലാനുള്ള വിജിലൻസിന്റെ നീക്കങ്ങൾക്കുമുള്ള തിരിച്ചടിയായി തന്നെയാണ് ഇ.ഡി ഈ വിവരങ്ങൾ നിലവിൽ കൈമാറാതിരിക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.